ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ഫസ്റ്റ് വ്ളോഗാണ്. ഈസ് ദർ എനി മിസ്റ്റേക്ക് ഒരു സജഷൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂട്ടിയിൽ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെങ്കിൽ തന്നെ കുറേ അങ്ങോട്ടും നടക്കാണ്ടല്ലോ, പ്ലാറ്റ്ഫോമുകൾ മാറാനുണ്ട്. എക്സ്കലേറ്ററും ലിഫ്റ്റും സ്റ്റെപ്പും എല്ലാം കയറി ഇറങ്ങണം. പിന്നെ ഒരു വെള്ളം മേടിച്ചു. പിന്നെ അപ്പോഴേക്കും ട്രെയിൻ എത്തിയിട്ടാ. പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ പേടിക്കാണ്ടായില്ല, സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ നീ കഴിക്കണമെന്ന് എനിക്കില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു. ബൈ ദ ബൈ ഇതെൻ്റെ ഒരു സോളോ ട്രിപ്പും കൂടിയാണ്. കുറേ ദിവസമായി എങ്ങനെയെങ്കിലും പോകണം വേണ്ടിയിരുന്നു. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്താണെന്നല്ലേ, അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ പറഞ്ഞതാ എത്തി കോഴിക്കോട്. ആഹാ, ആ പേര് കേൾക്കാൻ തന്നെ എന്തൊരു അതിർപ്പാണ്. ഗായ്സ്, അങ്ങനെ കോഴിക്കോട് ലാൻഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണത്. കുറച്ച് മുൻ പരിചയം കൂടിയുണ്ട്. അങ്ങനെയാണ് അവിടെ എത്തി. വേഗം നോക്കില്ല, വേഗം ഒരു ഹോട്ടലിൽ കയറി അടിപൊളി ഒരു ഗീ റോസ്റ്റ് അങ്ങനെ ഓർഡർ ചെയ്താൽ ഇരുന്നു. അങ്ങനെ ഗീ റോസ്റ്റ് എത്തി. പിന്നെ അതെങ്ങനെ കഴിച്ചു. ടേസ്റ്റിൻ്റെ കാര്യം നോർമലായിരുന്നു. അപ്പോഴാണ് ചാർജ് ഇല്ലാന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത്. പിന്നെ അങ്ങനെ ചാർജ് എത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ നടക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു ഓട്ടോ അടിക്കാമെന്ന്. ഓട്ടോ പിടിച്ച് പിന്നെ ഞാൻ കുറേ നേരം ഓട്ടോയിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഇതാണ് ഞാൻ ആവശ്യത്തിനായി വന്ന സ്ഥലം. ഇപ്പോൾ തൽക്കാലം ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഞാൻ ഇറങ്ങി. എൻ്റെ അഗെയിൻ ഞാൻ കുറേ നടന്നു. ഈ സ്പോട്ടിൽ കൂടെ ഞാൻ ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ ഒരു ഫ്രൂട്ട്സ് ലോകത്ത് കയറിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്ന കാര്യം ഭംഗിയായി നടന്നുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കോഴിക്കോട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ശക്തിയൊക്കെ പോയി. പിന്നെ ഞങ്ങളത് ആ മാനേജറെ എത്തി. അവിടെ നിന്ന് പിന്നെ അടുത്ത് എവിടേക്കാണെന്ന് അറിയാമല്ലോ, ഇത് മുട്ടായി തെരുവ്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കയറിയതല്ലേ പറഞ്ഞൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ സെറ്റാക്കി നോക്കിയതൊന്നും മേടിച്ചത് വേറെ ഒന്നായിരുന്നു. പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ച് ഞാൻ കാത്തുനിന്ന് പിന്നെ ബസ് കിട്ടി. എങ്ങോട്ടാണെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. പിന്നെ അങ്ങനെ പോണ വഴിയിൽ ഇതൊക്കെ ആസ്വദിച്ച് പോയി. പിന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഹൈലൈറ്റ് മാൾ. ഞാൻ ഇതുവരെ കോഴിക്കോട് വന്നിട്ട് ഞാൻ ഹൈലൈറ്റിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രശ്നം വന്ന് കയറി എത്തിയ കാര്യം. പിന്നെ ഞാൻ ഉള്ളിൽ കയറി അങ്ങനെ കുറേ നേരം നടന്നു. കുറേ അത്യാവശ്യം നല്ല നടന്നിട്ടുണ്ട്. പിന്നെ എക്സ്കലേറ്റർ കയറിയിട്ട് പിന്നെ ഓരോ ഫ്ലോറിങ് നോക്കി. പിന്നെ ഗെയിമിൻ്റെ സെക്ഷൻ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ വിചാരിച്ചു. പിന്നെ ഞാൻ മെയിനായിട്ട് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റ് മീൻസ് അവിടുത്തെ എല്ലാ ഷോപ്പുകളും ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ എവിടെ എത്തിയെന്ന് വെച്ചാൽ കുറേ എല്ലാ ഷോപ്പും നോക്കിട്ടോ. എല്ലാം ആ ഏരിയക്ക് ഇറങ്ങി ഫുൾ. ലാസ്റ്റ് ഇതാ ചിക്കിങ്ങിൽ തന്നെ വന്നെത്തി. പിന്നെ ഞാൻ ചിക്കിങ്ങിൽ നിന്ന് കുറച്ച് എന്തോ ഒരു കോംബോ ഓർഡർ ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ആക്കി. അപ്പോഴാണ് ഈ വണ്ടി പോകണം. പിന്നെ സംഭവം കിട്ടി. പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു ഡിസ്കംഫർട്ട് അവിടെ ഉള്ള നോക്കണം. അപ്പോൾ പിന്നെ ഞാൻ സ്ഥലം മാറിയിരുന്നു. ഈ കോമ്പോയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 പീസ് റോസ്റ്റ്, അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും, ഇത് ഞാൻ പിന്നെ എക്സ്ട്രാ എന്തൊക്കെയാണ് വേർഷൻ എനിക്കിനെ ഒരു ഓർമ്മയില്ല. പിന്നെ കോക്കും ഡിപ്പും പിന്നെ കെച്ചപ്പാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ അമീബയ്ക്ക് വന്നു. ഞാൻ കയറി ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ ഓർമ്മ തന്നെ വന്നത്. പിന്നെ അതിട്ട് കുറച്ച് ഷോ കാണിച്ച് നടന്നു. പിന്നെ ഒരാളോട് എനിക്ക് വീട്ടിലെടുത്തിട്ട് ചോദിച്ചു. ഞാൻ അവിടെ എടുത്ത് തന്നു. അങ്ങനെ അടിപൊളി ഫിച്ചൊക്കെ കഴിഞ്ഞ് ബസ് കയറി. പിന്നെയും ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പിന്നെയും മുട്ടായി തെളിക്കാനും പോയി. കുറച്ച് രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഷോപ്പ് ചെയ്തു. അടിപൊളി മഴ, ഞാൻ പെട്ടു. ഞാനാണെങ്കിൽ അങ്ങനെ കുടുങ്ങി. കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. മഴ കുറേ ആയിട്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ആ കടൻ്റെ ഉള്ളിൽ തന്നെ പോയി കുറച്ച് ഹൽവ അങ്ങനെ സെലക്ട് ചെയ്ത് കുറച്ച് മേടിച്ചു. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൽവ മേടിച്ചത്. കാരണം എപ്പോഴും നോർമലല്ലേ മേടിക്കൽ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നടന്ന് നല്ല ദാഹിച്ചു. അപ്പോൾ ഞാൻ ഒരു മാംഗോ ഷേക്കും കൂടെ അങ്ങോട്ട് തട്ടി വിട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി. പിന്നെ ഗെയിം നടത്താം. പിന്നെ വേറെ ഷോപ്പിൽ കയറി കുറച്ച് എന്തൊക്കെയോ പോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചു. നീ നടന്നപ്പോൾ നമ്മളേക്ക് രാത്രി ഗായ്സ്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കയറി ഞാൻ മുഖമൊക്കെ ഫേസ് വാഷ് ചെയ്തോടാ. കാരണം ഉറക്കം പോലെ കണ്ണൊക്കെ ചെറുതായി. പിന്നെ അങ്ങനെ നടന്ന് പിന്നെ അഗൈൻ ദാഹിച്ചു. പിന്നെ കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ട്രൈ ആക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അതും മേടിച്ചു. പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കണ്ണൂർ കോക്ടെയിൽ ഇതല്ല ഗായ്സ്. ഇതെന്തോ ഇതമാതിരി. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കാരണം ട്രെയിനിൻ്റെ ടൈമായി. പിന്നെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ട്രെയിൻ എത്തി.
പാലക്കാട് എത്താനായി ഏകദേശം. അപ്പം ഞാൻ ഒരാളോട് പിന്നെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ എത്തി. 11 മണിയായി കറക്റ്റ്. പിന്നെ പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോകണ വഴിയാണ്. നല്ല നിലാവുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി വീടെത്തി. 18 മണിക്കൂറിൻ്റെ വീടാണ് ഇപ്പം ചെറുതായി കണ്ടത്. എത്ര നടന്നു എന്ന് പറയുക ഗായ്സ്. ഞാൻ വന്ന് സ്റ്റെപ്പ് ഞാൻ എടുത്ത് നോക്കി ആപ്പിൽ. ഞാനങ്ങനെ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് അങ്ങനെ ഓക്കെ ബൈ ഗായ്സ്. പറയാൻ മറന്നുപോയി, ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ ട്ടാ.